വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ മനസ്സ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുക. ഇൻവോൾവ്മെന്റ് കൂടുന്തോറും ഹാപ്പിനെസ് വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏത് കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആണോ നിങ്ങളുടെ ഹാപ്പിനെസ് വളരെ കൂടുതലാണ്. ഏത് കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് അല്ലയോ നിങ്ങളുടെ ഹാപ്പിനെസ് ലെവൽ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ സീരിയൽ കാണുമ്പം വളരെ സന്തോഷം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ PDC ക്ലാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? PDC എന്ന് പറഞ്ഞാൽ പരദൂഷണം ക്ലാസ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കിട്ടുന്നത് കാരണം അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്. ആണോ? എന്തെങ്കിലും നമ്മളൊരു എന്താ പറയുക മ്യൂസിക് പ്രോഗ്രാം കേൾക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആണ്. പണ്ട് ഒരു കാരണവർക്ക് ഒരു മോഹം, അദ്ദേഹത്തിന് പോകണം. ഈ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിലെ എൻ്റർടൈൻമെൻ്റ് അന്ന് TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാക്യാർ കൂത്ത് കഥകളിയൊക്കെയായിരുന്നു. അപ്പോൾ ഈ ചാക്യാർ കൂത്തായിരുന്നു കുറേയും കൂടി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ ചാക്യാർ കൂത്തിന് പോവും ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമുള്ളൂ, ചെവി കേൾക്കില്ല എന്നുള്ളൊരു പ്രശ്നം. ചെവി കേൾക്കില്ല. ചെവി കേൾക്കാതെ പിന്നെ ഇങ്ങനെ ചാക്യാർ കൂത്ത്. പക്ഷേ ഇദ്ദേഹത്തിന് സന്തോഷിക്കണം, രസിക്കണം. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഈ ചാക്യാർ കൂത്ത് നടക്കുന്ന സമയത്ത് ഈ പണ്ട് കാലത്ത് കാരണവന്മാർക്കൊക്കെ കുടുമയുണ്ടാവുമല്ലോ. ഇദ്ദേഹം കുടുമയുടെ മുകളിൽ ഒരു നൂല് കെട്ടി. എന്നിട്ട് കെട്ടിയിട്ട് പുറകിലുള്ള ആളോട് പറഞ്ഞു, ചിരിക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്ന് വലിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ ചിരിച്ചോളാണ്. അപ്പോൾ ചാക്യാർ എന്തെങ്കിലും തമാശ പറയുമ്പോൾ ആളുകൾ ചിരിക്കാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം നോൺ സ്റ്റോപ്പ് ചിരിയാണ്. ഹാ 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 എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ഇയാളുടെ ചിരി കേട്ടിട്ട് ബാക്കിയുള്ളവർ ചിരിക്കാൻ തുടങ്ങും. കാരണം അത്രയൊന്നും ചിരിക്കേണ്ടി വരില്ല. കാരണം ഇയാൾ ചിരിക്കേണ്ടത് ഈ വലിയുടെ മുകളിലാണ്, അല്ലാതെ കാര്യം മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ ഇദ്ദേഹം മറ്റേ ആൾ വലിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. പെട്ടെന്ന് ചാക്യാർ ഒരു ജോക്ക് പറഞ്ഞതും ഇദ്ദേഹം മാത്രം ചിരിക്കുന്നില്ല, ബാക്കി എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അതിശയം, ഈ മനുഷ്യൻ എന്താ ചിരിക്കാത്തതെന്ന്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് നോക്കുക എന്താ ചിരിക്കാത്തതെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ചരട് പൊട്ടിപ്പോയി എന്ന്. അപ്പം അതുവരെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ചരട് പൊട്ടിപ്പോയി, പിന്നെ കണക്ഷൻ ഇല്ല. കണക്ഷൻ പോയതോടുകൂടി ചിരിയും നിന്നു പറയാണ്. അപ്പം ചില കാര്യത്തിൽ നമ്മളത് ടോട്ടലി ഇൻവോൾവ് ആണ്, ചിലതിൽ നമുക്കത്ര ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഇൻവോൾവ്മെന്റ് കൂട്ടുന്നതിലാണ് ഹാപ്പിനെസ്. അതുകൊണ്ട് ഭഗവാൻ പറയും, എവിടെയാണ് ആനന്ദം? ആനന്ദമിരിക്കുന്നത് അർപ്പണത്തിലാണ്. കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ആണ്. ഭക്തി എന്ന വാക്കിന് അർത്ഥം തന്നെ ഇൻവോൾവ്മെന്റ് എന്നാണ്. ഭക്തി എന്നത് അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്നതല്ല ഭക്തി. അത് തെറ്റായി നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അത് റിലീജിയസ് ആണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഭാഗത്തിരുന്ന് നാമം ചൊല്ലുമ്പോൾ അതിൽ അല്പനേരം മുഴുകാൻ സാധിച്ചാൽ, ആ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറയൂ ഭക്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പം അതും ഭക്തിയാണ്. ടോട്ടൽ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ ഇൻവോൾവ്മെന്റ് മീൻസ് വാട്ട്? ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് മനസ്സ് വേണ്ടാത്ത ആലോചനകൾ കുറയ്ക്കണം. വേണ്ടാത്ത ആലോചനകളില്ലാതെ വേണ്ടുന്നതിൽ മാത്രം മനസ്സ് ഫുള്ളി വരണമെങ്കിൽ അതിന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. എന്താ ഹോംവർക്ക്? നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അവിടെ നിന്നൊക്കെ വീണ്ടും അതിൽ പിടിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ ഇന്റലിജൻസ് ലെവൽ, പറയൂ, ഇന്റലിജൻസ് ലെവൽ കൂടണം. ഇന്റലിജൻസ് ലെവൽ കുറയും തോറും മനസ്സിൻ്റെ ഡിസ്ട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഗീതയിൽ 6-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, അവിടെ പറയും, യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. മനസ്സ് എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിനെ പിടിച്ച് വീണ്ടും ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ മുകളിൽ അല്പമെങ്കിലും നിരീക്ഷണവും നിയന്ത്രണവും, പറയൂ, ഉണ്ടായിരിക്കണം. ഈ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാവുന്നതാണ് ഇൻ്റലിജൻസ്. ഈ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാവാൻ സാധിക്കണമെങ്കിൽ കുറേയൊക്കെ നിങ്ങൾ മെഡിറ്റേഷനും ജപവും ഒക്കെ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ നമുക്ക് ആവശ്യമാണ്. ധ്യാനവും ജപവും 3 കാര്യങ്ങളാണ് കൃഷ്ണൻ നമ്മളോട് ചെയ്യാൻ പറയുന്നത്. മനസ്സിലായില്ലേ? 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്നാമത്തത് കൃഷ്ണൻ പറയും ശ്രവണം, രണ്ടാമത്തത് പറയും കീർത്തനം, മൂന്നാമത്തത് പറയും ധ്യാനം എന്ന്. എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, ധ്യാനം. ശ്രവണം എന്ന് പറഞ്ഞാൽ
ഡെയിലി ഒരു ശ്ലോകമെങ്കിലും ഗീത പഠിക്കുക, അല്ലെങ്കിൽ ഭാഗവതം എന്തെങ്കിലും ഒന്നിട്ട് പഠിക്കുക. ഈ ബോധം നമ്മളിൽ ഉറപ്പിക്കുക. ഞാൻ നിൽക്കുന്നത് പരമാത്മാവിലാണെന്നും എന്നിൽ ഇൻഫിനിറ്റായ പരമാത്മാവിൻ്റെ ശക്തി അതിടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ വാസ്റ്റ്നെസ് നമ്മൾ കാണാൻ തുടങ്ങും. ഇങ്ങനെ കാണുന്നതിൻ്റെ പേരാണ് ശ്രവണം. ഇനി രണ്ടാമത് കീർത്തനം. കീർത്തനം എന്ന് പറഞ്ഞാൽ നാമം ജപിച്ച് മനസ്സിനെ ഈ വാസനകളുടെ ശക്തി കുറച്ചു കൊണ്ടുവരിക. എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകളാണ് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ വാസനകളുടെ ശക്തി കുറയ്ക്കാൻ നോക്കൂ, നിങ്ങൾ കൃഷ്ണൻ പറയുന്ന എത്ര സയൻറ്റിഫിക് ആണെന്ന്. നിങ്ങളൊക്കെ ഒരു ഇല്യൂഷൻ ലോകത്തിൽ ജീവിക്കരുത്, ഇമാജിനേഷൻ ലോകത്തിൽ ജീവിക്കരുത്. ഈ വാസനകളെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. മനസ്സിൻ്റെ ഒരു തോട്ട്സിനെയും നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല, ഒരു തോട്ട്സിനെയും. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ ഏവച നിത്യ സർവകതസ്ഥാണോ അജലോയം സനാതന. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിസ്ട്രോയ് യുവർ തോട്ട്സ്. കാരണം തോട്ട്സ് ഈസ് നത്തിങ് ബട്ട് എനർജി. എനർജിയെ നശിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ മറന്നു എന്ന് വിചാരിച്ചാലും ഈ മറന്നതെല്ലാം വീണ്ടും നിങ്ങളുടെ മെമ്മറിയിലേക്ക് കടന്നു വരും. അൽഷീമേഴ്സ് രോഗം തന്നെ നമുക്ക് നല്ല അനുഭവമാണ്. മനസ്സിലായില്ലേ? എത്രയോ മെൻ്റലി നമ്മൾ മെച്ചുവേർഡായി എന്ന് കരുതുന്ന ആളുകൾ, എത്രയോ പ്രായമുള്ള ആളുകൾ അൽഷീമേഴ്സ് അസുഖത്തിലേക്ക് വീഴുന്ന സമയത്ത് കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ വി വിൽ ബി സർപ്രൈസ്ഡ്. ഇതൊന്നും അയാൾ ഇതുവരെ മറന്നിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ മനസ്സ് അങ്ങനെയൊന്നും മറക്കില്ല. നമ്മൾ വിചാരിക്കും മറന്നിട്ടുണ്ട് എന്ന്. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക. ഈ തോട്ട്സുകളൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് നമുക്ക് കാണാൻ സാധിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ കൃഷ്ണൻ പറയണത് എന്താണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുക? നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യും തോറും. എന്തിനാ നാമം ചൊല്ലുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കേൾപ്പിക്കാനല്ല. അതുകൊണ്ടാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ വളരെ റൂട്ടഡാണ്. പലരും നാമം ചൊല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോയിൽ നോക്കും, കൃഷ്ണ കാണുന്നില്ലേ, രാമ പുഞ്ചിരി ഇത്തിരി കുറവാണല്ലോ കൃഷ്ണ. ചിലരൊക്കെ ഈ പൂജാമുറിയിൽ വർത്തമാനം പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവർക്ക് വട്ടായോ എന്ന്. ഞാനൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല കേട്ടോ, ഞാൻ അവിടുത്തെ വീട്ടിലെ അമ്മയുടെ ഭക്തി കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി ഞാനിവിടെ അധികം ദിവസം നിൽക്കണമെന്ന്. കാരണം അവർ ഫോട്ടോ നോക്കിക്കൊണ്ട് പറയാൻ, ഇന്ന് ഇത്തിരി പുഞ്ചിരി കുറവാണല്ലോ കൃഷ്ണ, ഇന്നലെ നന്നായി പുഞ്ചിരിച്ചിരുന്നല്ലോ, എന്തു പറ്റി? ഞാൻ നാമം ചെല്ലുന്നത് ശരിയാവുന്നില്ല? കൃഷ്ണ 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 ഹരേ രാമ ഹരേ. ചിരിക്കുന്നുണ്ടോ കൃഷ്ണ? എനിക്ക് തോന്നി ഇവർക്ക് എന്താ പറ്റിയതെന്നുള്ളത്. കാരണം ഇത് ആരെയോ ബോധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ചൊല്ലുന്നത്, നാമം ചൊല്ലുന്നത്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാമം ചൊല്ലുന്നതൊന്നും നിങ്ങൾ ആരെയും ബോധിപ്പിക്കാനാവരുത്. ആർക്ക് വേണ്ടിയിട്ടാണ് നാമം ചൊല്ലുന്നത്? എന്താ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുക? ഈ നാമം ചൊല്ലും തോറും നമ്മളുടെ പഴയ ചിന്തകളുടെ ഇൻഫ്ലുവൻഷ്യൽ പവർ അത് നമ്മളിൽ നിന്നും വിട്ടുപോകും. ആ എനർജി, ആ നെഗറ്റീവായ എനർജിയൊക്കെ നമ്മളിൽ നിന്നും ക്രമേണ ഇല്ലാതെയായി ഈ പോസിറ്റീവ് എനർജി അവിടെ വളരെയധികം റൂട്ടഡ് ആവും. ഇതിൻ്റെ പേരാണ് ആത്മശുദ്ധയെ. എന്തിനാ നാമം ചൊല്ലുന്നത്? ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും ആത്മശുദ്ധയെ എന്നൊരു വാക്കുണ്ട്. ഭഗവത്ഗീത നമ്മൾ കവർ ചെയ്തു പോയൊരു ഭാഗമാണ്. അവിടെ പറയും 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കൂ നിങ്ങൾ. യോഗിന കർമ്മ കുർവന്തി സംകം തെക്തു ആത്മശുദ്ധയെ എന്നൊരു വാക്കുണ്ട്. 11 തുടക്കം എങ്ങനെയാണ്? കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംകം തെക്തു ആത്മശുദ്ധയെ. വൈ ഷുഡ് വി ഡു ഓൾ ദീസ് തിങ്സ്? നാമജപവും ധ്യാനവും ഒക്കെ ചെയ്താൽ എന്താ കിട്ടുന്നത്? ആദ്യം നാമജപത്തിൻ്റെ കാര്യം പറയണം. നാമജപമൊക്കെ ചെയ്താൽ സംഘം തെക്വ ആത്മശുദ്ധയെ, നമ്മുടെ പഴയ മെമ്മറികളുമായിട്ടുള്ള നമ്മുടെ സംഘം തെക്വ, അതുമായിട്ടുള്ള നമ്മുടെ കണക്ടിവിറ്റി കുറഞ്ഞ് മനസ്സ് കുറേയും കൂടിയും എന്തായി മാറും? ശുദ്ധിയുള്ളതായി. ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസ് ലെവൽ വളരെ കുറവായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ഇത് തന്നെയാണ് കൃഷ്ണൻ ഭാഗവതത്തിലും ഉദ്ധവരോട് പറയുക. അവിടെ പറയും ദാനം സ്വധർമ്മോ നിയമോ യമശ്ച
ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോ നിഗ്രഹലക്ഷണന്ത പരോഹി യോഗോ മനസസമാധി.